ഗൾഫിൽ വീണ്ടും യുദ്ധഭീതി. ഒമാനിലെ എണ്ണ ടെർമിനലിന് സമീപം ആക്രമണങ്ങൾ റിപ്പോർട്ട് ചെയ്തിരിക്കുകയാണ്. ട്രംപിന്റെ കടുത്ത മുന്നറിയിപ്പും പുറത്തുവന്നു. ഹോർമൂസ് മേഖലയിലെ സുരക്ഷാ ആശങ്കകൾ ഇപ്പോൾ വീണ്ടും പശ്ചിമേഷ്യയിലേക്ക് എല്ലാ കണ്ണുകളും അങ്ങോട്ടേക്ക് എത്തുകയാണ്. ഒമാനിലെ എണ്ണ ടെർമിനലിന് സമീപമാണ് ആക്രമണം ഉണ്ടായിരിക്കുന്നത്. ഇതാകട്ടെ സംഘർഷഭരിതമായ ഒരു അവസ്ഥയാണ് സൃഷ്ടിച്ചിരിക്കുന്നത്. ഗൾഫ് മേഖലയിലെ സുരക്ഷാ ആശങ്കകൾ വീണ്ടും ഉയർത്തിക്കൊണ്ട് ഒമാനിൽ നിന്നുള്ള റിപ്പോർട്ടുകൾ ഇങ്ങനെയാണ്. ഒമാനിലെ പ്രധാന എണ്ണ കയറ്റുമതി കേന്ദ്രങ്ങളിൽ ഒന്നായ മീന അൽ ഫഹൽ ഓയിൽ ടെർമിനലിന് സമീപം തന്നെ ആക്രമണം നടത്തിയതായ റിപ്പോർട്ടുകൾ പുറത്തു വന്നിരിക്കുകയാണ്. സുരക്ഷാ സാഹചര്യം കണക്കിലെടുത്ത് അവിടെ ടെർമിനലിൽ നിന്നുള്ള ഇന്ധന നീക്കങ്ങൾ താൽക്കാലികമായി തന്നെ നിർത്തിവെച്ചതായും വിവരങ്ങളുണ്ട്. ലോകം ഊർജ്ജ വിപണിക്ക് നിർണായകമായ മേഖലയാണ് സംഭവം. അതായത് നിർണായക മേഖലയായി കണക്കാക്കുന്ന സ്ഥലത്താണ് ഈ സംഭവം റിപ്പോർട്ട് ചെയ്യപ്പെട്ടിരിക്കുന്നത്. ഹോർമൂസ് കടലിടുക്കിനോട് ചേർന്ന ഈ മേഖലയിൽ ഏത് തരത്തിലുള്ള സുരക്ഷാ ഭീഷണിയും ആഗോള എണ്ണ വിലയും സമുദ്ര വ്യാപാരത്തെയും നേരിട്ട് ബാധിക്കുമെന്നതാണ് വിലയിരുത്തൽ. ഇതിനിടെ തന്നെ അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് വൈറ്റ് ഹൌസിൽ മാധ്യമങ്ങളോട് സംസാരിക്കവേ ശക്തമായ ഒരു മുന്നറിയിപ്പാണ് ഇപ്പോൾ നൽകിയിരിക്കുന്നത്. അമേരിക്കൻ സൈനികരെ ലക്ഷ്യമിട്ട് ഏതെങ്കിലും ആക്രമണം നടത്തുകയോ US സൈനികർ കൊല്ലപ്പെടുകയോ ചെയ്താൽ അത് ഇറാനെതിരെ വീണ്ടും യുദ്ധ നടപടികൾ ആരംഭിക്കാനുള്ള ശക്തമായ കാരണമായി തന്നെ മാറുമെന്നതാണ് ട്രംപ് വ്യക്തമാക്കിയിരിക്കുന്നത്. അതോടൊപ്പം തന്നെ ഇറാന്റെ സൈനിക ശേഷിയെക്കുറിച്ചും ട്രംപ് വലിയ അവകാശവാദങ്ങൾ ഉന്നയിച്ചു. ഇറാന്റെ നാവിക വ്യോമശേഷികൾ ഗുരുതരമായി തന്നെ തകർന്നുവെന്നും അവരുടെ നിരവധി സൈനിക വിഭാഗങ്ങൾ പ്രവർത്തനരഹിതമായി എന്ന നിലയിലേക്ക് എത്തിയതായി തന്നെ ട്രംപ് വ്യക്തമാക്കുന്നു. എന്നാൽ ഈ അവകാശവാദങ്ങൾ സ്വതന്ത്ര സ്രോതസ്സുകൾ വഴി സ്ഥിരീകരിക്കപ്പെട്ടിട്ടില്ല. മേഖലയിൽ നേരത്തെ തന്നെ നിലനിൽക്കുന്ന സംഘർഷാവസ്ഥകൾക്കിടയിലാണ് ഒമാനിൽ പുതിയ ആക്രമണ റിപ്പോർട്ടുകൾ പുറത്തു വന്നിരിക്കുന്നത്. ഹോർമൂസ് കടലിടുക്കിലൂടെയുള്ള അന്താരാഷ്ട്ര കപ്പൽ ഗതാഗതം, എണ്ണ കയറ്റുമതി, ഗൾഫ് രാജ്യങ്ങളുടെ സുരക്ഷ എന്നിവയെല്ലാം തന്നെ വീണ്ടും ആശങ്കയുടെ നിഴലിലേക്ക് മാറുകയാണ്. രാഷ്ട്രീയ സുരക്ഷാ നിരീക്ഷകരുടെ അഭിപ്രായത്തിൽ ഒമാനിലെ ഈ സംഭവം അവിടെ സ്ഥിരീകരിക്കപ്പെടുകയും കൂടുതൽ ആക്രമണങ്ങൾ റിപ്പോർട്ട് ചെയ്യപ്പെടുകയും ചെയ്താൽ പശ്ചിമേഷ്യയിലെ നിലവിലെ വെടിനിർത്തൽ ശ്രമങ്ങൾക്കും നയതന്ത്ര നീക്കങ്ങൾക്കും വലിയ തിരിച്ചടിയാകാനും സാധ്യതയുണ്ട്. അതേസമയം യുദ്ധം അവസാനിപ്പിക്കണമെന്ന US ജനപ്രതിനിധി സഭയിലെ വോട്ടെടുപ്പിനെ പോലും ട്രംപ് ആവട്ടെ നിശിതമായി തന്നെ വിമർശിച്ചു. അർത്ഥശൂന്യമായ വോട്ട് എന്ന് അത്തരത്തിലൊരു പ്രതികരണമാണ് ട്രംപ് നൽകിയത്. കൂടാതെ തന്നെ വോട്ടെടുപ്പിനെ പിന്തുണച്ച് 4 റിപ്പബ്ലിക്കൻ നിയമനിർമ്മാതാക്കൾക്കെതിരെയും ട്രംപ് ആഞ്ഞടിച്ചുകൊണ്ട് രംഗത്ത് വന്നിട്ടുണ്ട്. അതേസമയം ഇസ്രായേൽ ലെബനൻ യുദ്ധം നിർണായക വഴിത്തിരിവിലേക്ക് കടന്നതായി തന്നെ സൂചന. ഇരു രാജ്യങ്ങളും തമ്മിലുള്ള ദുർബലമായ വെടിനിർത്തൽ കരാർ പുതുക്കാൻ സമ്മതിച്ചതായിട്ടാണ് റിപ്പോർട്ട്. ഈ മാസം അവസാനം സമഗ്രമായ സമാധാന കരാറിലേക്ക് എത്തുന്നതായി തന്നെ ചർച്ചകൾ തുടരും. ഹിസ്ബുള്ളയുമായി ബന്ധപ്പെട്ട പലതരത്തിലുള്ള തർക്ക വിഷയങ്ങളിലും കരാർ ഉൾപ്പെട്ടിട്ടുണ്ട് എന്ന സൂചന പുറത്തു വന്നിരിക്കുകയാണ്. ഹിസ്ബുള്ള സായുധ ഗ്രൂപ്പിനെ വിലക്കുന്ന രീതിയിൽ ലെബനനകത്ത് സുരക്ഷാ നിയമങ്ങൾ രൂപീകരിക്കുന്നതും ഈ ഗ്രൂപ്പിനെ പിരിച്ചുവിടാൻ ആവശ്യപ്പെടുന്നതുമായ ഒരു വ്യത്യസ്തമായ കാര്യങ്ങൾ ഇതിൽ ഉൾപ്പെട്ടിട്ടുണ്ട് എന്നതാണ് സൂചന. ന്യൂസ് ഡെസ്ക് കർമ്മ ന്യൂസ്.